ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത്, അപ്പോൾ ഞാനും എൻ്റെ കൂടെ അമ്മ ഉണ്ട്. ഞങ്ങൾ വന്നിട്ടുള്ളത് മഞ്ചേരി നെല്ലിപ്പറമ്പിൽ നിന്ന്, അതായത് അരീക്കോട് റോഡാണ്. കുറച്ച് പോയി കഴിഞ്ഞാൽ അത്താണി എന്ന് പറഞ്ഞ സ്റ്റോപ്പുണ്ട്. എൻ്റെ തൊട്ടടുത്താണ് വീട്ടിലെ ഊണിൻ്റെ, അതായത് വീട്ടിലത്തെ അതേ ഊണ് കിട്ടുന്ന ഒരു ഹോട്ടൽ കൂടിയാണ്. മോഹനേട്ടൻ്റെ കട എന്നാണ് ഇവിടെ അത് അറിയപ്പെടുക. അപ്പോൾ അങ്ങോട്ടാണ് ഞങ്ങൾ വന്നിട്ടുള്ളത്. അപ്പോൾ ഊണ് കഴിക്കാൻ വേണ്ടിയാണ് വന്നിട്ടുള്ളത്. മെയിൻ റോഡിൻ്റെ വക്കത്ത് തന്നെയാണ് കട. ഇവിടെ തൊട്ട് ചാരി കാണുന്നവരെ വീടാണ്. വീടിനോട് ചാരി തന്നെയാണ് ഹോട്ടൽ. നല്ല തിരക്കുള്ളൊരു ഏരിയ കൂടിയാണ്. പിന്നെ വർക്ക്ഷോപ്പുകളൊക്കെ കൂടുതലുള്ളത് മഞ്ചേരിത്തെ ഇവിടെയാണ്, ഈ ഒരു ഭാഗത്താണ്. നമ്മൾ അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങളൊരു 11 മണിയോടുകൂടി ഇവിടെ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ മോഹനേട്ടൻ്റെ കട എന്നാണ് ഇത് അറിയപ്പെടുക. അപ്പോൾ ഞങ്ങൾ വന്ന സമയത്ത് മീൻ വറവാണ്, പേതൽ, അത് വറുത്തുകൊണ്ടിരിക്കുകയാണ്. മീൻ വറുത്തും കൂട്ടിയുള്ള ഊണ്, അതാണ് ഇപ്പോൾ ഇവിടുത്തെ ഒരു ഏറ്റവും സ്പെഷ്യൽ. മീൻ വറുത്തത് ഇവിടുത്തെ ഒരു സ്പെഷ്യൽ തന്നെയാണ്. അമ്മ ഒക്കെ നോക്കി കാണുന്നുണ്ട്. ഇവരുടെയാണ് മീൻ വറവും കാര്യങ്ങളൊക്കെ. അതാണ് മുൻപിൽ ഇപ്പോൾ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ബീഫ് ഫ്രൈ, മറ്റ് കറികളൊക്കെ അവരെ വീട്ടിലെ അടുക്കളേൻ്റെ ഉള്ളിൽ തന്നെയാണ് അതൊക്കെ ചെയ്തു വരുന്നത്. മീൻ വറവ് മാത്രം പുറത്ത്. അപ്പോൾ പേതലിവിടെ വറുത്ത് വെച്ചു. ഇനി അയിലയാണ്. ഇന്ന് അയിലയും പേതലുമാണ്. അയില വറക്കാണ്. ഒരു 11 മണിയോട് കൂടിയാണ് ഇപ്പോൾ ഞങ്ങൾ ഇവിടെ വന്നിട്ടുള്ളത്. ഞങ്ങൾ വീട്ടിലെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ വന്നതാണ്. അപ്പോൾ ഇന്ന് ഇവിടുത്തെ ഊണാണ്. ഞങ്ങൾ ഇടയ്ക്കൊക്കെ ഇവിടുന്ന് ഊണ് കഴിക്കലുണ്ട്. ഒരു ചേട്ടനും അനിയനുമാണ് ഇപ്പോൾ ഇവിടെ ഇതെല്ലാം മാനേജ് ചെയ്യുന്നത്. വറക്കാനുള്ള മീൻ ഏകദേശം വറുത്ത് കഴിഞ്ഞു. രാവിലെ എന്തൊക്കെ ഉണ്ടാവും? രാവിലെ ഇഡ്ഡലി ഉണ്ടാവും, ദോശ ഉണ്ടാവും, പിന്നെ കപ്പ, കഞ്ഞി, പൊറോട്ട, മീൻ. പിന്നെ ഉച്ചക്ക് എങ്ങനെയാണ്? ഉച്ചക്ക് ചോറ്. ഒരു 12 ആകുമ്പോഴേക്കും മീനുണ്ടാവും. പിന്നെ ബീഫ് ഉണ്ടാവും. ബീഫ് എല്ലാ ദിവസവും ഉണ്ടാവില്ല. ബീഫ് പൊത്തർച്ചി കിട്ടുന്ന ദിവസം മാത്രമേ ഉണ്ടാവുള്ളൂ. മെയിനായിട്ട് വെള്ളിയാഴ്ച ദിവസം. പിന്നെ വൈകിട്ടില്ല, ഞങ്ങൾ 3:30 ആകുമ്പോഴേക്കാണ്. വീടിന്റെ അടുത്ത് തന്നെയാണ്. ഇതിപ്പോ ഏകദേശം തുടങ്ങിയിട്ട് എത്ര കാലമായി മഞ്ചേരി? 30 വർഷത്തോളം. തുടങ്ങിയത് അച്ഛനാണ്. അച്ഛനില്ല. ഞാനും ഏട്ടനും. പിന്നെ നമ്മൾ ഈ ഭക്ഷണം ഉണ്ടാക്കുന്നൊക്കെ അമ്മയാണ് അവിടെ വീട്ടില്. അവര് വീട്ടിലല്ലേ ഒരു ഫാമിലി തന്നെയാണ്. ബാക്കി മീൻ വറവ് മാത്രം. ഞായറാഴ്ച ലീവല്ലേ? ഞായറാഴ്ച ലീവ്. ഇപ്പൊ സാമ്പാർ മീൻകറി അല്ലേ? സാമ്പാർ മീൻകറി. ചോറ്, പിന്നെ ചോറ് വടായി, ഉപ്പേരി, പയറിന്റെ തോരല്ലേ, പിന്നെ അച്ചാർ ഒക്കെ എല്ലാം ഇവിടെ ഉണ്ടാക്കുന്നുണ്ടല്ലേ? ഒക്കെ വീട്ടിൽ തന്നെ. മോര്, പപ്പടം. അപ്പം ഇനി അമ്മ കഴിക്കുകയാണ്. അപ്പം അമ്മ ആദ്യം തന്നെ കഴിച്ചോട്ടെ. ഞങ്ങൾ ഒരു 12:30 ആവുന്നതോടുകൂടി തന്നെ ഞങ്ങൾ ഇരിക്കുകയാണ്. തിരക്കൊക്കെ വരുമ്പോഴേക്കും ഞങ്ങൾക്ക് കഴിച്ച് പോകാൻ വേണ്ടിയിട്ട്. അപ്പം അമ്മയ്ക്കുള്ളതൊക്കെ വിളമ്പാണ്. വാഴേൻ്റെ ഇലയിലാണ് ഊണ്. അതിൽ കഴിക്കാൻ തന്നെ ഒരു രസമാണ്. പിന്നെ പപ്പടം. ഇനിയിപ്പോൾ കറി ഞാനുണ്ട് വിളമ്പി കൊടുക്കുകയാണ്. മീൻ കറി, സാമ്പാറും. അത് പിന്നെ നമുക്ക് ഓരോ ടേബിളിലും വെച്ചിട്ടുണ്ടായിരിക്കും. നമുക്ക് തന്നെ സ്വയം വിളമ്പി എടുക്കാം. അപ്പോൾ 2 കറി വിളമ്പി. ഇന്ന് അമ്മയ്ക്ക് അയില വറുത്തതാണ്. അമ്മ അയില വറുത്തത് കഴിക്കുക, ഞാൻ പിന്നെ പേതലെടുക്കുക എന്ന് വിചാരിച്ചു. തൊട്ടടുത്ത് മെയിൻ റോഡ് പിന്നെ ഇവരെ വീടിനോട് ചാരി ആയതുകൊണ്ട് നമുക്കൊരു ഹോംലി ഫീൽ തന്നെയാണ്. ശരിക്കും വീട് തന്നെയാണ്. അപ്പോൾ നേരെ ആ അടുക്കളയിലാണ് മറ്റ് കറികളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പോൾ മോര് അതും ഒന്ന് കൊടുക്കാം അമ്മയ്ക്ക്. ഊണിനൊക്കെ ഇവിടെ നല്ല തിരക്കാണ്. എല്ലാ ഇതിനും രാവിലത്തേതൊക്കെ നല്ല തിരക്ക് തന്നെയാണ് ഇവിടെ.
നല്ല ഊണാണ്, നല്ല ഗംഭീര ഊണാണ്. മീൻ വറുത്തതും എല്ലാം നല്ല അത് വീട്ടിലെ ടേസ്റ്റ് തന്നെ. അപ്പോൾ ഊണൊഴിക്കലൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ മടങ്ങായി. ഇനി നേരെ വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോ ഇടുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ വരുന്നതായിരിക്കും. ടിൽ ദെൻ ഗുഡ് ബൈ.